ഹായ് ഗൈസ്, അപ്പോൾ ഞാനിവിടെ അവതരിക്കാൻ പോകുന്നത് എന്താണല്ലേ, ഹൊറർ മൂവിയെ കുറിച്ച്. അതുപോലെ എന്നാ ഇട്ടോ. അപ്പോൾ ഹൊറർ മൂവിയെ കുറിച്ചാണ്. അത് ഒന്നല്ല രണ്ടല്ല മൂന്ന് ഇതാണ് പറയാനുള്ളത്. അപ്പോൾ നമ്മുടെ അതേത് മൂവിയാണെന്ന് ഞാൻ പറയാൻ വേണ്ടി. അപ്പോൾ അത് പറയുന്ന മുമ്പ് നിങ്ങളുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ബെല്ലൈക്കൺ തൊട്ട് അറിയുക. അപ്പോൾ നമുക്ക് നേരെ നമ്മുടെ വീഡിയോയിലേക്ക് പോകാം. വീഡിയോയിലേക്ക് പോണ മുമ്പ് ഒന്നും പറയാനില്ല, വീഡിയോ നേരെ പോകും. അപ്പോൾ ഹൊറർ മൂവി അത് ഏതെന്ന് വെച്ചാൽ നമ്മുടെ രാഘവ ലോറൻസ്, നമ്മുടെ പേര് വടിവ്, എൻ്റെ ഒരു സിനിമയുടെ രാഘവ ലോറൻസിൻ്റെ കാഞ്ചന സിനിമയിൽ നമ്മൾ തിയേറ്റർ പേടി പിടിപ്പിച്ച് മുള്ളിക്കുന്നില്ല. അപ്പം അങ്ങനത്തെ ഒരു മൂവിയാണ് കാഞ്ചന. അപ്പോൾ നമ്മൾ എത്ര കണ്ടാലും അത് മടുക്കില്ല. ഒരു ഹൊറർ പിന്നെ ത്രില്ലടിപ്പിക്കുന്നൊരു മൂവി എന്ന് പറയാം നമുക്ക് കാഞ്ചന. അപ്പോൾ കാഞ്ചന ഇറങ്ങിക്കഴിഞ്ഞ് കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ കാഞ്ചന 2 ഇറങ്ങി. അപ്പോൾ കാഞ്ചന 2ലും കാഞ്ചന 2 ഒരു അതിനും കുറച്ചുകൂടെ മെച്ചപ്പെടുത്തിയിട്ട് കൊണ്ടുവന്ന മൂവി എന്ന് പറയാം. അപ്പോൾ അത് അതും ത്രില്ലടിപ്പിക്കുന്ന ഒരു മൂവി എന്ന് നമുക്ക് പറയാൻ പറ്റും. അപ്പോൾ അതും ഇതുപോലെ ഇരിക്കും. അപ്പം അത് കഴിഞ്ഞ് കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ കാഞ്ചന 3, അതിങ്ങനെ നമ്മൾ എന്താണ്ട് ഒരു ഇങ്ങനെ ടിക്കറ്റ് ഇങ്ങനെ ഇരിക്കും. അതും ഒരു പേടിപ്പെടുത്തുക ഇങ്ങനെ ഇരിക്കുന്നതാണ് ഒരു സിനിമയാണ് കാഞ്ചന 3. ഇനി അടുത്തത് കാഞ്ചന 4 സിനിമ ഇതിനെക്കാട്ടിലും മെച്ചപ്പെടുത്തി എടുത്താൽ നല്ല റെസ്പോൺസ് കിട്ടുന്ന പടമായിരിക്കും. സത്യം, ഞാൻ പറഞ്ഞ സത്യമുണ്ട്. കാഞ്ചന 1ഉം 2ഉം 3 എടുത്തതുപോലെ തന്നെ അതിൽ കുറച്ചുകൂടെ ഒരു ഹൊറർ ഇത് വരുത്താം. എനിക്ക് അത്രേ പറയാം. ഹൊറർ ഇത് വരുത്താം, നല്ല ഇതായിരിക്കും. നല്ല ഹൊറർ മൂവി എന്ന് പറഞ്ഞ് തിയേറ്റർ കിടന്ന് കുലുങ്ങണം, ഇങ്ങനെ കുലുങ്ങണം, അന്നാലേ ഒരു ഇതുള്ളൂ. അപ്പോൾ ഇല്ലെങ്കിൽ നമ്മൾ പെട്ടു. ഇല്ലെങ്കിൽ ഒരു കാശ് കിട്ടും, കൊള്ളാത്ത സിനിമയെന്ന് പറഞ്ഞ് പോവും അല്ലേ. ആണ്. അപ്പോൾ ഇങ്ങനെ പോയി കഴിഞ്ഞാൽ നല്ലതായിട്ട്. രാഘവ ലോറൻസ് പറയാനുള്ള ഇത്രയുള്ളൂ. നല്ല കാഞ്ചന 4 നമ്മുടെ ദളപതി ഇപ്പോൾ വലിയ ദളപതിയുടെ വിജയുടെ ഒരു ഇതും കൂടെ കഴിഞ്ഞാൽ ഈ നമ്മുടെ ലാസ്റ്റ് പാർട്ടി ചേർന്നിട്ടുണ്ട്. അപ്പോൾ പാർട്ടിയിൽ ചേർന്ന് കഴിഞ്ഞാൽ സിനിമയിൽ അഭിനയിക്കാൻ പറ്റില്ല. വിജയുടെ പടം 69ാം പടം കഴിഞ്ഞ് കഴിഞ്ഞാൽ വിജയ പിന്നെ കാണാൻ പറ്റില്ല. പിന്നെ വിജയ് ഈ പാർട്ടിയിലേക്ക് അഭിനയിക്കാൻ പോയി. അപ്പോൾ അതുകൊണ്ട് വിജയം പറ്റില്ല. വേറൊരു നാട്ടിനും കൂടെ ഈ കാഞ്ചന 4 രാഘവ ലോറൻസിൻ്റെ ടിക്കറ്റ് ഇങ്ങനെ കൊണ്ടുവന്നാൽ സൂപ്പറായിരിക്കും. എനിക്ക് തോന്നുന്നത് നമ്മുടെ ഇത് എസ് എസ് സൂര്യ മകച്ചാടന പറയാൻ ചെയ്യാം. ഇവിടെ
മാർക്ക് ആൻ്റണി അതിൽ ഒരു ഇത് ഒരു പെർഫെക്റ്റായിട്ടൊരു അഭിനയം കാഴ്ചവെച്ച സിനിമയാണ് മാർക്ക് ആൻ്റണി. അപ്പോൾ അതിൻ്റെ അകത്തൊരു എസ് സൂര്യയുടെ ഒരു പെർഫോമൻസും മറ്റേ ഇതൊക്കെ ചേർന്ന് സൂപ്പറായിട്ട് കാണാൻ പറ്റും. അപ്പം അതിൽ നമ്മുടെ മറ്റേ എസ് സൂര്യനെ ഈ കാഞ്ചന ഫോറിനകത്ത് കൊണ്ടുവന്നാൽ നല്ലതായിരിക്കും, എനിക്ക് എത്ര പറയാനുള്ളത്. അപ്പം ഇന്ന് നല്ല മെച്ചപ്പെടുത്തി കഴിഞ്ഞാൽ സൂപ്പറായിരിക്കും. അപ്പോൾ നല്ലതുപോലെ വരുത്തി കഴിഞ്ഞാൽ നല്ല അടിപൊളിയായിരിക്കും, എനിക്ക് എത്ര പറയാനുള്ളൂ. അപ്പോൾ നല്ല വീഡിയോ ഒക്കെ വന്നു കഴിഞ്ഞാൽ അത്രയും. അപ്പോൾ എനിക്ക് ഇത്രേ പറയാനുള്ളൂ. എസ് സൂര്യനെ കൊണ്ടുവന്ന സൂപ്പറായിരിക്കും. വിജയനെ കൊണ്ടുപോകാൻ പറ്റിയ വിജയ് പാർട്ടി ചേരാൻ പോയിന്. അപ്പോൾ എസ് സൂര്യനെ കൊണ്ടുവന്നവർക്ക് താഴെ കമൻറ്റ് ചെയ്യാം. അപ്പോൾ ഇത്രേ പറയാനുള്ളൂ. അപ്പോൾ നമുക്ക് ഈ വീഡിയോ വൈൻഡപ്പ് ചെയ്യാം. വൈൻഡപ്പ് ചെയ്യാനുണ്ട് നമുക്ക് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കില്ല. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക മച്ചന്മാരെ. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായമൊക്കെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. എന്തെങ്കിലും ഒരു വാക്ക് കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ